ഇത് ഇന്നലത്തെ ബ്രേക്ക് ഡൗൺ ആണ് ഞാൻ ചെയ്യാൻ പോണത്. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ, അതായത് ഇന്നലെ ഞാൻ പറഞ്ഞത് എൻ്റെ എൻട്രി എന്ന് പറയണത് ആഹ്, ഈ റിജക്ഷൻ ബ്ലോക്കിൽ നിന്ന് ബൈ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മുകളിലേക്ക് പോയത്. അതായത് ഇത് 4 മണി തുടങ്ങിയപ്പോൾ UTC -4 4 മണി തൊട്ട് ആണ് മുകളിലേക്ക് പോയത്. എൻ്റെ എൻട്രി വന്നിട്ട് ഇങ്ങനെയായിരുന്നു. അതായത് 124 ഇറങ്ങി. അതായത് റിജക്ഷൻ ബ്ലോക്ക് വന്ന് അത് കഴിഞ്ഞിട്ട് പ്രൈസ് ഷിഫ്റ്റ് ഒന്നും തന്നില്ല. താഴേക്ക് വന്ന് ആ ഒരു സിംഗ് ലോ എടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഓർഡർ ബ്ലോക്ക് ഷിഫ്റ്റ് കിട്ടി. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇത് ബൈ ചെയ്ത് ഏത് രീതിയിൽ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിട്ടും വെച്ച് 2.5 പിപ്പ് ടാർഗറ്റ് ഇത് 1:2 വെച്ച്. പക്ഷെ ആ ഒരു ട്രേഡ് SL ആയിരുന്നു. പിന്നെ അത് കൂടാതെ ഞാൻ ഒരു 15 മിനിറ്റിലൊരു ട്രേഡ് എടുത്തായിരുന്നു. ആ ട്രേഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊജക്ഷൻ ബ്ലോക്കിന്റെ ഓപ്പണിൽ നിന്ന് ഇത് ബൈ മോഡൽ ഇത് ഇവിടെ നിന്ന് ട്രിഗറായി. മൊത്തം 2 ട്രേഡാണ് ഇന്നലെ എടുത്തത്. രണ്ട് അക്കൗണ്ടിലാണ്. എന്നിട്ട് ഞാനൊരു സ്റ്റോപ്പ് ലോസ് 5 പിപ്പോളം വെച്ച് പക്ഷെ എൻ്റെ എൻട്രി ട്രിഗർ ആയത് ഇത് ഇപ്പോൾ പ്രൈസ് 1.1687 ഇതിന് ഇത് 1.1671 എൻട്രി ട്രിഗർ ആയത്. അപ്പോൾ SL ഞാൻ 5 പിപ്പ് തന്നെ ഇറക്കിയും വെച്ച്. ഇങ്ങനെ ഇതിൻ്റെ എൻട്രി ടാർഗറ്റ് വെച്ചത്. അതായത് അവിടെ ഒരു 4 hour റിജക്ഷൻ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഓപ്പണിങ്ങിലായിരുന്നു. അതായത് ഇവിടെ ഇങ്ങനെ ഇരുന്ന ട്രേഡ്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ലോസ് എടുത്തിട്ട് പിന്നെ മാർക്കറ്റ് കൊള്ളിപ്പോയി. എന്തായാലും ഇന്നലെ മൂഞ്ചലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ന്യൂയോർക്ക് ട്രേഡ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കടയിൽ ഞാൻ എടുക്കാൻ പറ്റൂലായിരുന്നു. അതായത് നോക്കുവാണെങ്കിൽ, അതായത് 9 മണി ഓപ്പൺ, ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്. അവിടെ എൻട്രി വെച്ച് 5 പിപ്പ് സ്റ്റോപ്പ് വെച്ച് 10 പിപ്പ് ടാർഗറ്റും വെച്ച് അങ്ങനെ എടുക്കുമായിരുന്നെങ്കിൽ 1:2 ഉണ്ടായിരുന്നു. പക്ഷെ എടുക്കാൻ പറ്റിയില്ല. ഏതായാലും ഇന്നത്തെ ഒരു മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ അത്രേ ഉള്ളൂ.